ഇല്ല ഇല്ല സാറേ ഒരു കയ്യബദ്ധം പറ്റിയതാണ് സാർ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അത് ഭാര്യ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. അതുകൊണ്ടാ വീട്ടിൽ കയറ്റില്ലെന്നത് ഭയങ്കര പ്രശ്നമാകും. പ്ലീസ് എന്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യണോ? എന്റെ എത്തിക്സിനെ ബാധിക്കോടോ? ഇല്ല, എന്തോസിനെ ഒന്നും ബാധിക്കില്ല സാർ. എന്നൊന്നും സഹായിക്കും. ഒരു കയ്യബദ്ധം പറ്റിപ്പോയതല്ലേ, പ്ലീസ്. പ്രശ്നമാകുമെന്ന് ബാധിക്കും. എന്താ പ്രശ്നം? നിങ്ങൾ കുറച്ചേരം ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കുന്നത് എന്താ പ്രശ്നം? എന്താ ഈ പ്രശ്നം എന്ന് പറഞ്ഞാല് ഒരു കയ്യബദ്ധം എനിക്ക് പറ്റിയതാ. എന്താണ്? റോസി പ്രഗ്നന്റ് ആയി 4 മാസം. ഭാര്യ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞ പ്രശ്നമാകും. എന്റെ വില പോകൂലേ? അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിട്ട് ഡോക്ടറെ സമീപിച്ചത്. അയ്യോ, ഇയാൾ ഡിലീറ്റ് ചെയ്യാൻ പറയണ കേട്ടാ തോന്നുന്നു റോസിയുടെ ഗാലറിയിൽ ഇയാൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഡിലീറ്റ് ചെയ്യാനാണ്. റോസിയുടെ വയറ്റിലൊരു ജീവനുണ്ട്. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ റോസിയെ ബാധിക്കും. എന്നെ കൊണ്ട് പറ്റില്ല. അല്ലേ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോകുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഒന്ന് രക്ഷിക്കന്നെ പ്ലീസ്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പുകാർ അറിയത്തില്ലേ? അവരെന്റെ പണി കളയുമെന്ന്. അല്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. അയ്യോ, പക്രു ചേട്ടന്റെ കാര്യമൊന്നും കിട്ടിയിട്ടില്ല. ഇദ്ദേഹം വളർത്തുന്ന നായയാണ് റോസി. ഈ റോസി എന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യയുടെ പെറ്റാണ്. അവള് പെറ്റതല്ലേ? അതിന്റെ തള്ള വേറെ. അപ്പൊ ഈ നായ ഇദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഭാര്യ ഇറ്റലിയിലേക്ക് പോയി. ഓ, ഇയാളുടെ നോട്ടക്കുറവ് കൊണ്ട് ആ പട്ടി ഇപ്പോ 4 മാസം ഗർഭിണിയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പട്ടിയുടെ ഒരു രോമം പോയി അവൾ അവിടെ നിന്ന് അറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതം പോയി. ചേട്ടൻ എന്താ ചെയ്യുന്നത്? വൈഫ് ഇറ്റലിയിലാണല്ലോ. അപ്പൊ നമ്മള് വീടിന്റെ എല്ലാ ടോട്ടാലിറ്റി കാര്യങ്ങളും എല്ലാം മെയിൻ ആണ്. അല്ല, എല്ലാ കാര്യങ്ങളും എന്താണ് ഉദ്ദേശിക്കുന്നത്? രാവിലെ എഴുന്നേക്കും, റോസിനെ പല്ല് തേപ്പിക്കണം, പീഡിപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം, കൂട്ടത്തിൽ ഞാനും കഴിക്കും. വേറെ സമയം എനിക്ക് കിട്ടൂലല്ലോ. പിന്നെ ഇവിടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി വീട്ടിലെല്ലാ കാര്യങ്ങളും ഈ പട്ടിയുടെ കാര്യങ്ങളും നോക്കണം. ഒന്നാമത്തെ കാര്യം, വീട്ടിൽ ഫുള്ള് CCTV ക്യാമറ. എന്തെങ്കിലും ഞാനിത് അനാമത്ത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവിടെ ബെല്ലടിക്കും. പട്ടീനെ നോക്കലാണ്. അങ്ങനെ പറയാം. അത് തന്നെ. ഈ ഇത്രയും CCTV-ക്കകത്തിരുന്നിട്ടാണ് താൻ ഈ ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചത്. അല്ല, അതെന്ന് പറഞ്ഞ ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. നമുക്ക് പുറത്തിറങ്ങാൻ സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു ദിവസം നമ്മുടെ കൂട്ടുകാരൻ ഉത്തമൻ ഒരു മിലിറ്ററി സാധനമായിട്ട് വന്നു. അപ്പൊ ഞാനിത് അടിക്കാനായിട്ട് പിന്നാമ്പുറത്ത് കയറുന്ന അടിച്ച് CC ക്യാമറ ഉണ്ടല്ലോ, അത് ഞാൻ മൈദാപ്പശ വെച്ച് ഒട്ടിച്ച. എന്നിട്ട് 2 അടിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ തന്നെ എന്നോട് ചോദിക്കുകയാണ്, എടാ നിനക്ക് നാണമില്ലടാ ഇങ്ങനെ ഒരു നായയെ കൂട്ടിലിട്ട് വളർത്താൻ? ഇതെന്താ ജയിലാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്കൊരു ഫീലിങ്സിന്റെ പുറത്ത് ഞാൻ ഇതിനെ തുറന്നു വിട്ടു. ഈ 10 മിനിറ്റ് അത് തുറന്നു വിട്ടാണെങ്കിൽ പ്രശ്നമായി പോയി. ഇയാൾക്കൊന്ന് പിന്തിരിപ്പിച്ചൂടായിരുന്നു അതിനെ. അതൊന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്നൊച്ച വച്ചിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞു. ഇത് അതുപോലും ഉണ്ടായില്ലല്ലോ. 1 ദിവസമോ 2 ദിവസമോ 5 ദിവസമോ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്യാം. ഇതിപ്പോ 4 മാസം. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഈ 4 മാസമായിട്ട് താനിത് എങ്ങനെ അറിഞ്ഞു? എനിക്ക് ചെറിയൊരു ഡൗട്ട് അടിച്ചു. അന്നൊന്നും തുറന്നു വിട്ടാണല്ലോ. ഞാൻ ഡൗട്ട് അടിച്ചപ്പോ ഇവക്ക് ബീഫ് ഭയങ്കര ഇഷ്ടം. ഞാൻ ഒരു പ്ലേറ്റില് കുറച്ച് ബീഫും കുറച്ച് പച്ചമാങ്ങായും കുറച്ച് ഇരുമ്പും പുളിയും കൂടെ കൊണ്ടുവച്ചു കൊടുക്കും. പച്ചമാങ്ങായും ഇരുമ്പും പുളിയും തിന്നു, പക്ഷെ ബീഫ് കഴിച്ചു. അപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നി ഇത് സംഭവം ഏറ്റതാണെന്ന്. അതാ ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒന്ന്. നമ്മൾ വിചാരിക്കും പോലെ ആളല്ല ഇയാൾ. ഭയങ്കര ഉടായിപ്പാ. 4 വർഷം മുമ്പ് തനിക്കൊരു പഗ്ഗില്ലായിരുന്നോടോ? എനിക്കിതിൽ പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈയടോ, അതല്ല, പഗ്ഗെന്ന് പറഞ്ഞ ഒരു ബ്രീഡ്, ഒരു നായ ഇനം, ഒരു പഗ് നായ തനിക്കില്ലായിരുന്നു. അത് ഞാൻ കൊടുത്തു. എന്തിനു കൊടുത്തു? അത് ഒന്നാമത്തെ കാര്യം, ഭക്ഷണം കൊടുക്കാൻ പറ്റൂല. അതെന്ത് കൊടുക്കാൻ വയ്യാത്തത്? അതിന്റെ ഫ്രണ്ട് ഏതാ ബാക്ക് ചെയ്യാൻ പറ്റില്ല. 2 വശം ഒരുപോലെ ഇരിക്കണം. മുഴുവൻ ഉടായിപ്പ്. അതുപോലെ ഇപ്പൊ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഇയാള്. നാടൻ പട്ടിയെ പഗ്ഗാക്കി കൊടുക്കാന്ന് പറഞ്ഞ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു. അങ്ങനെ ഉണ്ടോ? അത് സുഖമായിട്ട് ചെയ്യാൻ നോക്ക്. നമ്മുടെ പെട്ടിവണ്ടിയിൽ ഈ സാധനം കയറ്റി വൈകുന്നേരം വരെ ഓടിച്ചാൽ മതി. അത് ഈ ബ്രേക്ക് ഓട്ടുമ്പോ ഇത് മുങ്ങി ഇടിച്ചിടിച്ച് വൈകുന്നേരം തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇത് പഗ്ഗാകും. അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കും. ഡോക്ടറെ, എന്തെങ്കിലും ഒരു ചെറിയൊരു ഐഡിയ കൊടുക്ക്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുള്ളി നിൽക്കല്ലേ, എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്ക്. അവള് വിളിക്കുന്ന പ്രശ്നമാകും. ഒരു മൃഗത്തിനും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. ഞാൻ പുള്ളിയുടെ കൂടെ വെക്കുന്നു. അതൊന്നും നടക്കില്ലെന്ന്, അതൊന്നും ചെയ്തുകൂടാത്തത് പാപമാണ്. അതൊന്നും ഒരു മൃഗത്തിനും ദോഷം വരുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. ഇറ്റലിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഞാൻ എന്ത് വിളിക്കണം സാറേ? ഒന്നൊന്ന് പറ. സംസാരിച്ചു സാറിന് ഡീൽ ചെയ്യണേ. ഓക്കെ. ഹലോ, ഞാനാണ് സിസിലി മാഡം. ഞാൻ ഡോക്ടർ റോയ് ആണ്. അതെ. ഓ, നൈസ്. കൺഗ്രാറ്റുലേഷൻ. ഓക്കെ. ഞാൻ അദ്ദേഹത്തിനോട് പറയാം. സൂസിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഷീസ് ഓക്കെ. അതായത് താങ്കളുടെ റോസിക്ക് വേണ്ടിയിട്ട് സിസിലി മാഡം ഈ ഇറ്റലിയിൽ ഒരു മെയിലിനെ കണ്ടെത്തി. അവനുമായിട്ട് അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. അയ്യോ, പണി പാളിയല്ല. ഒരു കാര്യം
ഇത് അവന്റെ തലയിൽ കെട്ടി വെക്കാൻ പറ്റൂ ഈ ഗർഭം അവന്റെ തലയിൽ കൊടുക്കാൻ പറ്റും. അല്ല, അതെങ്ങനെ അല്ല അത് എങ്ങനെയെങ്കിലും പറഞ്ഞു ഒപ്പിക്ക്. എങ്ങനെയാ അത് പിന്നെ എക്സെൻട്രോ വഴി പാസ് ചെയ്യാന്ന് പറയാം. എന്തെങ്കിലും പറയാം നമുക്ക്. നീ ഒന്നും മൃഗ ഡോക്ടർക്ക് ഇതൊന്നും വരല്ലേ. സിസിലി മാഡം 4 മാസം മുമ്പ് മാഡം റോസിക്ക് അവിടെ ഒരു മെയിലിനെ കണ്ടെത്തിയ സമയത്ത് തന്നെ അവൻ കഴിവ് തെളിയിച്ചു. ഇവിടെ റോസി 4 മാസം ഗർഭിണിയാണ്. തെറ്റ്. തെറ്റാ? ഡോക്ടറെ മാഡം എന്ത് തീരുമാനാ പറഞ്ഞേ? അതായത് അത്യാവശ്യ തുണികൾ എടുത്തോളാൻ പറഞ്ഞു. അത് എയർപോർട്ടിൽ ചെല്ലാനായിരിക്കും. എന്നിട്ട് ഡോറ് പൂട്ടി താക്കോൽ ആ ചെടിച്ചട്ടിയുടെ താഴെ ഇട്ടിട്ട് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ആര്? താങ്കൾ. ഒളിഞ്ഞാ ഇത്? സെറ്റ്. സെറ്റായ? അപ്പൊ എന്റെ കാര്യം സെറ്റായി. അപ്പൊ ഓക്കെ സെറ്റ്. ഏതായാലും നടക്കൂല. എന്ത് ചെയ്യാനാണെന്ന് പറ. എന്നാലും ഞാൻ പറഞ്ഞതല്ലേ ഒരു കയ്യബദ്ധം അല്ല, എല്ലാം സെറ്റായ സ്ഥിതിക്ക് നമ്മൾ സെറ്റ് മാറ്റി പിടിക്കരുത്. അപ്പൊ എവിടെയുണ്ട്? നമുക്ക് മാറി താമസിക്കാൻ പറ്റിയ സ്ഥലം എവിടെയുണ്ട്? ഉണ്ട്, ഞാൻ കാണിച്ചു തരാൻ പറ്റും.